എന്താടാ? ഒരു സ്വപ്നം കണ്ടതാ. എടാ, ഇത് പോണ്ടിച്ചേരിയാണ്. ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഉല്ലസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിലെ നട്ടുച്ചക്കൊരു സ്വപ്നം കാണല്. ഞാനും കണ്ടു സുന്ദരമായ ഒരു സ്വപ്നം. പോണ്ടിച്ചേരി ബീച്ചിലെ അഗാധമായ കടൽപ്പരപ്പിൽ ഒരു സ്വർണ്ണ നൗകയിൽ ഞാനും ഒരു ഫ്രഞ്ച് മദാമ്മയും മാത്രം. നൗക അകലങ്ങളിലേക്ക് ആടി ഉലഞ്ഞ് നീങ്ങും തോറും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ അടുക്കുകയായിരുന്നു. ഒടുവിൽ അതൊരു ചുംബനത്തിന്റെ വക്കോളം എത്തിയപ്പോ പണ്ടാരടങ്ങാനായിട്ട് നിന്റെ ഒടുക്കത്തെ ദുസ്വപ്നം. കിടന്നു ഉറങ്ങടാ. ഞാൻ ബാക്കി കാണട്ടെ. പകൽക്കിനാവ് ഫലിക്കുമെന്ന. മനസ്സാറോ അഖിലേ എപ്പോഴേ എത്തി. മുറി കയറി കഥ കൂടച്ച്. ഒരു മുറിയിലോ? 2 മുറിയില്. അത് പുറത്തുനിന്ന് നോക്കിയാല്. അകത്താണെങ്കിലോ രാത്രി കൂടുവിട്ട് കൂടുമാറാൻ ഇടയ്ക്കൊരു മരവാതിൽ മാത്രം. മരവാതിലോ എന്ന് വെച്ചാ? ആശാരിമാര് മരം കൊണ്ട് പണിയുന്ന വാതിലാണ് മരവാതിൽ എന്ന് പറയുന്നത്. എടാ, മനസ്സാറിന് അകലെ കാണാൻ പുറത്തിറങ്ങണ്ട. അകത്തൂടി തന്നെ ഒരു പൊനാങ്കി വാതിലുണ്ടെന്ന് അർത്ഥം. അല്ല, ഈ വാതിലില്ലാത്ത ഞാൻ ആ സ്വപ്നം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ആരാ? ഈ വാതിലിൽ വേറെ ആരും മുട്ടാൻ? ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്കാൻ. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്കെന്തായാലും സംസാരിച്ചിരിക്കാം. തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു. ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ, ഞാൻ 10 വരെ എണ്ണും. അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ, ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1 2 3 4 5 6 7. അതിലേ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ? വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ടളിയാ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ? ഓ, നിന്റെ ഐഡിയ ആയിരുന്നല്ലേ. താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയന് രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച്. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയാ. വളരെ ഹാപ്പിയാ. ഓക്കേ. ഇതുകൂടെ ഒറ്റയ്ക്ക് വെച്ച കേട്ടോ. പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്കിഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. ഒന്നും ചോദിച്ചില്ലല്ലോ. എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അഖിലയും. ഓ, നമ്മുടെ കിച്ചു അഖിലയും. അവരവരെ മുറി കാണാം. നമുക്ക് പോയി കാണാം. വേണ്ട. അതെന്താ? നീ എന്തായി പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കണം. അതൊന്നും സാരമില്ല. അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട. യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട്. അത് കറക്റ്റ്. ഞാനിപ്പോ അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര അടുത്തോ? അത് നന്നായി. 2 കപ്പിൾസ് എടുത്ത്. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ. എന്റെ അടിമുടി നിറഞ്ഞപ്പോ നെഞ്ചിലൊരു പുല്ലേ. നീ എപ്പ ഇതിന്റെ അകത്ത് കയറി? ഞാൻ എപ്പോഴേ കയറി. ഫോൺ അടിക്കുന്നു. നീ പോയി എടുക്ക്. ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാനും ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെ നിനക്ക് പോയി എടുത്തൂടെ? എന്നാ അവിടെ കിടന്നടിക്കട്ടെ. പക്ഷെ അടിയുടെ താളം കേട്ടിട്ട് അഖിലയാണോന്നൊരു സംശയം. ആണോ? ഈ കഴുത എവിടെ പോയി കിടക്കും? ഹലോ, നീ അവിടെ എന്തെടുക്കുക? ചെവി കേട്ടൂടെ നിനക്ക്? അപ്പൊ മനസ്സാറായിരുന്നോ? എന്താ സാർ? നീ വേഗം അഖിലയുടെ മുറിയിലോട്ട് ചെല്ല്. എന്തിനാ സാർ? എടാ രഞ്ജു, ആ പണ്ടാരക്കാരൻ ബാലുവും കൂടെ വന്നിട്ടുണ്ട്. അവക്കിപ്പൊ നിന്നെ അഖിലെ ഒരുമിച്ച് കാണണമെന്ന്. നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ആ കൂടെ കുഴപ്പമാവും. പെട്ടെന്ന് കൂടെ ചെല്ല്. അല്ല സാർ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഏതവസ്ഥയിലായാലും ഇപ്പൊ ചെല്ലണം. വേഗം. ശരി സാർ. ജീവ, അവള് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ലേ? അതേ പറഞ്ഞു. കൂട്ടിന് ഞാനും വേണോ?
വേണോന്നോ? തീർച്ചയായും വേണം. പിന്നെ പിന്നെ മഞ്ഞപ്പി പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി. കണ്ടാ അണ്ടർവെയർ മാനം കാത്തത് കണ്ടാ? ഇല്ലെന്നേ, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി ജോത്സ്ന. ഗുഡ് നൈറ്റ്. വേഷത്തില് അല്ലെ കുളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് പോയാൽ ബഹളമാകും. ഞാൻ മനസ്സാറിനെ വിളിക്കും കേട്ടോ. അയ്യോ മനസ്സാറ് പറഞ്ഞിട്ടാ. മനസ്സാറ് പറഞ്ഞിട്ടോ? അതായത് രഞ്ജി ചേച്ചി വന്നിട്ടുണ്ടെന്ന് വേഗം അങ്ങോട്ട് ചെല്ലാനും മനസ്സാറ് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അങ്ങോട്ടല്ലേ ചെല്ലണ്ടേ? അയ്യോ അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടല്ല, ഈ ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അതായത് രഞ്ജി ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അഖിലയുടെ മുറിയിലേക്കും ചെല്ലാൻ മനസ്സാറ് പറഞ്ഞു. അവരിപ്പോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ കാണാൻ അപ്പൊ ഞാൻ വേണ്ടേ? കിച്ചു, അതായത് ടവൽ അഴിയാതെ സൂക്ഷിക്കണേ. അത് ഞാൻ നോക്കണം. യെസ് കം ഇൻ. അവരെത്തി മഹാഭാഗ്യം. അല്ല, അവർ രണ്ടുപേരും പുറത്തു പോയിരിക്കായിരുന്നു. ഈവനിങ് വാക്കിന് അവർ തിരിച്ചെത്തി. സാർ എന്തുപറ്റി? വെറുതെ കിടക്കുക. ഹായ് രഞ്ജു ചേച്ചി, സർപ്രൈസ്. ഇത് എപ്പ എത്തി? കുറച്ചു നേരമായി. മണി 8 ആയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഉറക്കമായോ? ഉറങ്ങേ? അത് കുറച്ച് കഴിയും. ഈ എ സിയുടെ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖല്ലേ? അല്ലേ ഡാർലിംഗ്? ശരി, എന്നാ ഞങ്ങൾ കട്ടുറുമ്പുകളാവുന്നില്ല. എന്റെ വക ഒരു സമ്മാനം. എന്താ ചേച്ചി അത്? എഴുന്നേറ്റ് നോക്ക്. പിന്നല്ലാതെ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പൊ. അതാ ഒരു മിനിറ്റ്. കിച്ചു, പെട്ടെന്ന് എഴുന്നേറ്റ് വാ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ. ഇപ്പോഴോ? ഇമ്മീഡിയറ്റ്. എന്തൊക്കെയാ പറഞ്ഞത്? തണുപ്പത്ത് കെട്ടിപ്പിടിച്ചെടുക്ക സുഖാണത്രേ. വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ. അപ്പ വായി വന്ന് പറഞ്ഞു പോയി. മതി, അഭിനയം മതി. നിന്റെ റൂം പോ. ഓ അത് തന്നെ അല്ലേ? ഇയാളല്ലേ പറഞ്ഞ എനിക്ക് നാണമില്ല ഡ്രസ് മാറാൻ. ഞാൻ മാറി അത്ര തന്നെ. ഇനിയിപ്പോ വേണം ഊരി തരാം. എന്താ കാണിക്കുന്നത്? കഴിഞ്ഞ എന്താ കിച്ചു അത്? രഞ്ജു ചേച്ചിയുടെ ഗിഫ്റ്റാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കിച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഒരു മോശം തനിക്കുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ റിമോട്ട് ഇങ്ങനെ. എനിക്ക് ആ ഫിലിം കാണണം. എന്ന് എനിക്ക് ആ ഫിലിം കാണുന്നത്. അത്രയ്ക്കായോ? ഇത് എന്റെ റൂമാ. എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ഞാൻ കാണും. റിമോട്ട് റിമോട്ട് തരാൻ കളിക്കില്ല. റിമോട്ട് തരാൻ. ഓഹോ, സേഫ് ലോക്കറിൽ ഒളിപ്പിച്ച. സാരമില്ല, വഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. കിച്ചു പ്ലീസ്, ഐ ബെഗ് യു. നല്ലൊരു സിനിമയെ ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാ കണ്ടോ മാതാമയുടെ ഒരു ഇംഗ്ലീഷ് പടം. സൗണ്ട് ഇല്ലല്ലോ. നാശം, ഒരു പൊട്ട ടിവി. അത് ടിവിയുടെ കുഴപ്പമൊന്നുമല്ല, ടെലികാസ്റ്റിംഗിന്റെ. അയ്യോ, എനിക്ക് ഡയലോഗ് കേൾക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡയലോഗ് കാണാതറിയാം. ഈ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടതാ. ഞാനും കണ്ടിട്ടുള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഈ ഹീറോയുടെ ഡയലോഗ് ഞാൻ പറയാം, ഹീറോയിന്റെ ഡയലോഗ് താൻ പറ. ഓക്കെ? ഓക്കെ, ഞാൻ റെഡി. ആ, ഒരു നിഴൽ പോലെ നിന്റെ പിന്നാലെ എപ്പോഴും ഞാനുണ്ടായിരുന്നു. എന്നിട്ടും നിന്റെ മനസ്സ് പഠിക്കാൻ എനിക്കിനിയും കഴിഞ്ഞിട്ടില്ല. എന്നിൽ നിന്നും നീ അകലുകയാണോ അതോ അടുക്കുകയാണോ? എവിടെ നിന്നാണ് ഞാൻ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്? നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതെന്നോട് പറയാത്തിടത്തോളം നിനക്ക് ഉത്തരം കിട്ടില്ല.
ആഞ്ഞടിക്കുന്ന തിരമാല പോലെയാണ് എന്റെ മനസ്സിപ്പോൾ. ആഗ്രഹിക്കുന്ന സ്വർഗതീരത്തണയാൻ കൊതിക്കുകയാണത്. രഞ്ജു, എന്താ നീ കാണിക്കുന്നത്? പതുക്കെ, കപ്പിൾസ് നല്ല റൊമാൻറ്റിക് മൂഡില. കേട്ടു നോക്കി. മറ്റൊരാൾക്ക് സമ്മാനിച്ച അനുരാഗത്തെ മോഹിക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും പിന്മാറാനാവുന്നില്ല. എന്റെ പ്രേമത്തിന്റെ പനിനീർ പൂക്കൾ ഈ അവസരങ്ങളിൽ ഞാൻ വർഷിച്ചോട്ടെ. എന്താ ഇത്? നന്ദി കേട്ടവൻ, ചതിയൻ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. മനുവേട്ടാ, എന്താ ഇത്? പിന്നല്ലാതെ ഇതൊക്കെ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? വൃത്തികെട്ടവൻ. എന്താ ഇവിടെ? എന്താ സാർ? ഒന്നുമില്ല. എന്താ ഇവിടെ ഒരു വർത്താനം കേട്ടത്? ചില വൃത്തികെട്ട സൗണ്ടുകളൊന്നും. അതോ, ടിവിയിലെ സൗണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഡബ് ചെയ്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു. ടിവിയിലായിരുന്നു? അതെ. ഓക്കെ ഓക്കെ. ആകെ ഭയന്നുപോയി.